അതിശക്തമായൊരു ചൂടിന് ശേഷം കേരള തീരത്തേക്ക് എത്തുന്ന കാലവർഷം കനോപ്പി എക്കോടോക്കിൽ ഇന്ന് നമ്മളതാണ് ചർച്ചാ വിഷയമാക്കുന്നത്. ഇത്തവണ കാലവർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആഘാതം ഏറ്റവും തീവ്രമാക്കുന്ന സൂപ്പർ എൽനിനോ എന്ന പ്രതിഭാസം സംഭവിക്കുന്നു എന്നതാണ് ആ പ്രത്യേകത. ഇതൊരു സാധാരണ മഴക്കാലമല്ല, മറിച്ച് പ്രകൃതിയുടെ താളം തെറ്റാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്ന് വേണം കരുതാൻ. ആഗോള കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് കേവലം ഒരു പരിസ്ഥിതി പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ ഭക്ഷ്യസുരക്ഷയെയും സാമ്പത്തിക ഭദ്രതയെയും നേരിട്ട് ബാധിക്കുന്ന ഒരു ജീവൽ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും ചൂട് കൂടിയ 20 നഗരങ്ങളിൽ 19 എണ്ണവും ഇന്ത്യയിലാണെന്ന റിപ്പോർട്ടുകൾ അല്പം ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ആശങ്കാജനകമായ ഒരു മുന്നറിയിപ്പാണ് 2026 വരാനിരിക്കുന്ന സൂപ്പർ എൽനിനോ എന്ന പ്രതിഭാസം. നമ്മുടെ കാലാവസ്ഥയെയും ജീവിത സാഹചര്യങ്ങളെയും ആഴത്തിൽ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഈ പ്രതിഭാസം രാജ്യത്തെ, പ്രത്യേകിച്ചും കേരളത്തെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതെന്നും നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. തെക്കൻ പസഫിക് സമുദ്രത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാലാവസ്ഥാ ചക്രമാണ് എൽനിനോ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ പസഫിക് സമുദ്രത്തിലെ കാറ്റുകൾ ചൂടുള്ള ജലത്തെ പടിഞ്ഞാറേക്ക് എത്തിക്കുകയും പകരം അടിത്തട്ടിലെ തണുത്ത ജലം മുകളിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഈ എൽനിനോ സമയത്ത് ഈ കാറ്റുകൾ ദുർബലമാവുകയും പസഫിക്കിലെ സമുദ്രജലത്തിൻ്റെ താപനില ക്രമാതീതമായി ഉയരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ ക്രമത്തെ തകിടം മറിക്കുന്നു. സാധാരണ എൽനിനോയിൽ നിന്ന് വ്യത്യസ്തമായി സമുദ്രജലത്തിൻ്റെ താപനിലയിൽ 2 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വർധനവ് രേഖപ്പെടുത്തുന്ന അവസ്ഥയാണ് സൂപ്പർ എൽനിനോ എന്ന് പറയുന്നത്. പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലിയ ജലാശയമായതിനാൽ താപനിലയിലെ ഈ ചെറിയ വ്യത്യാസം പോലും ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 1982, 1997, 2015 കാലഘട്ടങ്ങളിലെ അനുഭവങ്ങൾ ഇതിന് തെളിവായി നമ്മുടെ മുമ്പിലുണ്ട്. കേരളത്തിൻ്റെ മൺസൂൺ എന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മർദ്ദവ്യത്യാസങ്ങളെയും കാറ്റിൻ്റെ ദിശയെയും ആശ്രയിച്ചിരിക്കുന്ന ഒരു സങ്കീർണമായ പ്രക്രിയയാണ്. എൽനിനോയുടെ സാന്നിധ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കാറ്റിൻ്റെ ഗതിയെ ദുർബലപ്പെടുത്തുന്നുണ്ട്. ഇത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ സാന്ദ്രത കുറയ്ക്കുകയും കേരളത്തിൽ ലഭിക്കേണ്ട മഴയുടെ അളവിൽ ഗണ്യമായ കുറവുണ്ടാക്കുകയും ചെയ്യുന്നു. നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ ജീവനാഡിയായ കാലവർഷത്തെ സൂപ്പർ എൽനിനോ എന്ന ഈ പ്രതിഭാസം വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നമ്മുടെ മുമ്പിലേക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. 2026 മെയ് മുതൽ ജൂലൈ വരെയുള്ള കാലയളവിൽ എൽനിനോ ശക്തിപ്പെടുമെന്നാണ് ലോക കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. നമ്മുടെ മൺസൂൺ ആരംഭിക്കുന്ന അതേ സമയത്ത് തന്നെ എൽനിനോയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് മഴയുടെ ലഭ്യതയെ പോലും കാര്യമായി ബാധിക്കാനിടയുണ്ട്. ഇന്ത്യയിലെ കൃഷിയുടെ പകുതിയിലേറെയും നിലനിൽക്കുന്നത് മൺസൂൺ കാലത്തെ ആശ്രയിച്ചാണ്. മഴയുടെ അളവിലുണ്ടാകുന്ന കുറവ് ഉൽപ്പാദനം കുറയ്ക്കുകയും ഇത് രാജ്യത്ത് ഭക്ഷ്യക്ഷാമത്തിനും രൂക്ഷമായ വിലക്കയറ്റത്തിനും കാരണമാകും. റിസർവ് ബാങ്ക് പോലും വരാനിരിക്കുന്ന എൽനിനോ പണപ്പെരുപ്പത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൂടാതെ മഴ കുറയുമ്പോൾ ഡാമുകളിലെ ജലനിരപ്പ് താഴുകയും അത് വൈദ്യുത ഉൽപ്പാദനത്തെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. താപനില ക്രമാതീതമായി വർദ്ധിക്കുന്നത് ഹീറ്റ് വേവുകൾക്കും വലിയ രൂപത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. 2024 വലിയ ചൂട് വരും വർഷങ്ങളിൽ അനുഭവപ്പെടാമെന്നുകൂടെ ശാസ്ത്രജ്ഞർ ഇതിനോടകം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. മഴക്കാലം എത്തുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ അന്തരീക്ഷം ഒന്ന് തണുക്കാറുണ്ട്. എന്നാൽ സൂപ്പർ എൽനിനോ സംഭവിക്കുന്നതോടെ മഴ മാറി നിൽക്കുന്ന അവസരങ്ങളിലൊക്കെ അതിശക്തമായ ചൂട് അനുഭവപ്പെടുമെന്നാണ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി നമ്മോട് പറയുന്നത്. മുൻകാലങ്ങളിൽ എൽനിനോ സംഭവിക്കുമ്പോൾ സമുദ്ര താപനിലയിൽ വർധനവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആഗോള താപനം മൂലം സമുദ്രങ്ങൾ ഇതിനകം തന്നെ ചൂടുപിടിച്ച അവസ്ഥയിലാണുള്ളത്. അതിനാൽ സൂപ്പർ എൽനിനോ കടന്നു വരുമ്പോൾ അത് സമുദ്ര താപനിലയിലെ റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിക്കുകയും പ്രത്യാഘാതങ്ങൾ കൂടുതൽ തീവ്രമാവുകയും ചെയ്യും. സൂപ്പർ എൽനിനോ എന്നത് പ്രകൃതിജന്യമായ ഒന്നായതിനാൽ അതിനെ തടയുക എന്നത് അസാധ്യമാണ്. എന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം കുറയ്ക്കാൻ മുൻകരുതലുകൾ അനിവാര്യമാണ്. മഴവെള്ള സംഭരണം, കിണർ റീചാർജിംഗ് തുടങ്ങിയ ഏറെ കരുതലോടെയുള്ള മുന്നോട്ടു പോക്കുകൾ വളരെ അത്യാവശ്യമാണ്. വരൾച്ചയെ അതിജീവിക്കുന്ന കൃഷിരീതികളിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി സാമ്പത്തിക വികസനത്തോടൊപ്പം തന്നെ പരിസ്ഥിതി നയങ്ങൾക്കും നമ്മൾ വലിയ പ്രാധാന്യം നൽകേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് ചർച്ചകളിലും വികസന നയങ്ങളിലും നയപ്രഖ്യാപനങ്ങളിലുമെല്ലാം പരിസ്ഥിതി സംരക്ഷണം ഏറ്റവും പ്രധാനമായി മുമ്പിലുണ്ട്. ബദൽ വിഭവങ്ങളുടെ ഉപയോഗങ്ങളെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾ നമ്മുടെ പുതിയ നയപ്രഖ്യാപനത്തിലടക്കം കാര്യമായ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്.
കൂടുതൽ ഗൗരവത്തോടെ ഇത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. സുസ്ഥിര വികസനം മുന്നോട്ട് വെക്കുന്നത് പോലെ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിനു മുമ്പിൽ ഇപ്പോഴുള്ള വിഭവങ്ങളുടെ ചൂഷണം അവസാനിപ്പിക്കേണ്ടത് ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്തമാണ്. 2026 സൂപ്പർ എൽനിനോ ഒരു വലിയ മുന്നറിയിപ്പായി നമുക്ക് മുമ്പിലുണ്ട്. ലഭിക്കേണ്ട മഴയുടെ വിതരണത്തിൽ വലിയ അസ്ഥിരതയുണ്ടായി ഹ്രസ്വകാലയളവിൽ അമിതമായ മഴയും ബാക്കി സമയങ്ങളിൽ വരൾച്ചയുമെന്ന ഒരു എക്സ്ട്രീം വെതർ പാറ്റേണിലേക്ക് കേരളം മാറാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്ത് മുന്നേറുന്ന വികസന മാതൃകകൾക്ക് ബദലായി പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന സുസ്ഥിരമായ ഒരു ജീവിതശൈലിയിലേക്ക് നാം മാറിയേ തീരൂ. നമ്മുടെ സാമൂഹിക ചർച്ചകളിൽ, ഭരണകൂട ചർച്ചകളിൽ പരിസ്ഥിതിക്ക് ഏറ്റവും ഉയർന്ന പരിഗണന നൽകിക്കൊണ്ട് മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാധിക്കൂ. പ്രകൃതിയെ പഠിച്ചും ആ അറിവിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചു മുന്നേറുക എന്നതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ജാഗ്രത.